ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. സിനോബേദ് നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ബലിപെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ അറഫാൻ നോമ്പിൻ്റെ നോമ്പ് തുറക്കണേ. നോമ്പ് ഇതാ ബാങ്കൊക്കെ കൊടുത്ത് അപ്പോൾ ഫസ്റ്റ് വെള്ളമൊക്കെ കുടിച്ച് നോമ്പ് തുറന്ന് പിന്നെ നമ്മളെ മാങ്ങ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വത്തക്ക ജ്യൂസ് അടിച്ച് പിന്നെ അനിയൻ്റെ വീട്ടിൽ നിന്ന് പൊക്കവടയും മയോണീസും പിന്നെ വേറൊരു റവ കൊണ്ടുള്ളൊരു പുഡിങ്ങൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മൾ പെരുന്നാളിന് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 3 വീട്ടുകാരും അനിയന്മാർ രണ്ടാളും ഞങ്ങളും അങ്ങനെ ഞങ്ങൾ 3 വീട്ടുകാരും കൂടി ഒരു വീട്ടിലാണ് പെരുന്നാൾ കൂടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ പെരുന്നാളും ഞങ്ങളങ്ങനെ ഓരോ വീട്ടിൽ തന്നെയാണ് അങ്ങനെ കൂടാറുള്ളത്. എല്ലാവരും കൂടി അങ്ങനെ രസമാണല്ലോ. അപ്പോൾ മന്തിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മന്തിയിലേക്കുള്ളതൊക്കെ ഞാൻ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ചൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചാൽ പിന്നെ രാവിലെ മസാലയൊക്കെ ഒന്ന് നല്ല ചിക്കനിലൊക്കെ പിടിച്ചാൽ പിന്നെ നമ്മൾക്ക് എളുപ്പം പണിയും കഴിയും ചെയ്യും. ഇല്ലെങ്കിൽ പിന്നെ 1 മണിക്കൂർ നമ്മൾ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ അങ്ങനെ ഒന്ന് വെക്കണമല്ലോ. അപ്പോഴല്ലേ മന്തി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ആ ചിക്കനിലൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചാൽ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവരുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ വ്ളോഗൊക്കെ കാണാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും വ്ളോഗൊക്കെ ഓരോരുത്തർ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുറേ പേരതൊക്കെ കണ്ടിട്ടുണ്ട്, ഇനിയും കുറേ പേരത് കാണാനാണ്. പിന്നെ ഇപ്പോൾ നല്ല വെയിലായല്ലോ അല്ലേ, മഴയൊക്കെ മാറി നല്ല മഴ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിയൊക്കെ അങ്ങനെ മഴയൊക്കെ നിന്നപ്പോൾ പിന്നെ ഇപ്പോൾ വെയിലൊക്കെ ആയി പെരുന്നാളൊക്കെ നല്ല വെയിലൊക്കെ ആയപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ അന്ന് പെരുന്നാളിൻ്റെ അന്ന് രാത്രി ഒന്ന് ചെറുതായിട്ടൊന്ന് മഴ പെയ്ത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഞാനും ഒറ്റയ്ക്കല്ല കേട്ടോ, അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ പുട്ടും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നത്. പുട്ടും ബീഫ് കറിയാണ് എല്ലാ പെരുന്നാളും ഉണ്ടാക്കാറ്. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് ഞങ്ങൾ ചിക്കൻ കറി മതി എന്ന് പറഞ്ഞു. പിന്നെ ബീഫ് നമ്മൾക്ക് കിട്ടുമല്ലോ കുറേ ഇങ്ങനെ. അപ്പോൾ പിന്നെ ഇനി എപ്പോഴും ബീഫ് തന്നെ അല്ലേ, അപ്പോൾ നമുക്ക് ചിക്കൻ കറി ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുട്ടും ചിക്കൻ കറി വരുന്നു. അപ്പോൾ അനിയത്തി അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാനപ്പോൾ മന്തിക്കുള്ള മസാലയൊക്കെ അങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ച്. ഈ ഒരു പെരുന്നാൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായി. എൻ്റെ ദിൽമോൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ദിൽമോൻക്ക് എക്സാമാണ്. അപ്പോൾ എനിക്ക് പിന്നെ വരാനും വന്നിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് പോകാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ കുറേ പഠിക്കാനും കാര്യങ്ങളും റെക്കോർഡ് എന്തൊക്കെ എഴുതി തീർക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്ക് നല്ല ഉണ്ടായിരുന്നു. അവൻ വരും എന്നിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ വരാതായപ്പോൾ പിന്നെ ഭയങ്കര വിഷമമായി. പിന്നെ അനിയൻ്റെ മക്കളും എല്ലാവരും ഉള്ള കാരണം പിന്നെ ആ ഒരു ഇതങ്ങോട്ട് മാറി. പിന്നെ രാവിലെ വീഡിയോ കോളൊക്കെ തലേ ദിവസം രാവിലെയൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കണമൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമം ചെയ്യുന്നുണ്ട്. അവനോട് അങ്ങനെ പറയുമ്പോൾ അവനും കൂടി ഉള്ളതല്ല, അപ്പോൾ എല്ലാവരും കൂടി ഉള്ളപ്പോൾ രസമാണല്ലോ. പിന്നെ നമ്മൾ പ്രവാസികളാകുമ്പോൾ പിന്നെ അവരൊക്കെ പിന്നെ അവിടെ എല്ലാം ഗൾഫിലാണ്. അപ്പോൾ പിന്നെ മോന് പിന്നെ ബാംഗ്ലൂരാണ്, അവിടെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഞാൻ മൈലാഞ്ചിയൊക്കെ ഇടണം. അപ്പോൾ അനിയത്തി ന്യൂസി മൈലാഞ്ചിയൊക്കെ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ എല്ലാ കിച്ചണിലെ ഒരുവിധം പണികളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് പിന്നെ മൈലാഞ്ചി ഇടാൻ വന്നത്. പിന്നെ ഇത് രാവിലത്തെ വിശേഷങ്ങളാണ്. ഇങ്ങോട്ട് പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞാൻ പിന്നെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് പറഞ്ഞതിന് രാവിലെ പുട്ടും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. പിന്നെ ഒക്കെ കഴിഞ്ഞ് ചോറിനൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പള്ളിയിലൊക്കെ പോയി. നമ്മളെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പോൾ മന്തി ഇവിടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. 10 മണിയായപ്പോഴത്തേന് നമ്മളെ ചോറും എല്ലതും ആയിട്ടുണ്ട്. പിന്നെ മന്തി ആകുമ്പോൾ എളുപ്പമാണല്ലോ അല്ലേ, മന്തി പിന്നെ പെട്ടെന്ന് പണിയൊക്കെ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു പ്രാവശ്യം മന്തി ആക്കിയതും. ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പെരുന്നാളിൻ്റെ അന്ന് ഫസ്റ്റത്തെ ആ ദിവസം ബിരിയാണിയോ മന്തി അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഞങ്ങൾക്ക് സാധാ ചോറ്, പിന്നെ മോര് കറി, ബീഫ് ഫ്രൈ, ചിക്കൻ പൊരിച്ചത്, ഉപ്പേരികൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇഷ്ടം. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു ഈ പ്രാവശ്യം നമുക്ക് മന്തി ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അനിയത്തിക്കും അവർക്കൊക്കെ അവരെ വീട്ടിലേക്കൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞ് അവർക്ക് നേരത്തെ തന്നെ പോകാമല്ലോ. ഇനി വൈകുന്നേരം മഴയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ മന്തിയൊക്കെ റെഡിയായി. ഇപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ ചോറിൻ്റെ മീതെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് പുകയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മന്തിയൊക്കെ. ഫുഡൊക്കെ അങ്ങനെ റെഡിയാക്കി. അപ്പോഴത്തേനും കുട്ടികളൊക്കെ കുളിപ്പിക്കാനും അവരെ ഒരുക്കാനും ഒക്കെ അങ്ങനെ പോയി. പിന്നെ ഞാനിവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോഴത്തേനും നമ്മൾക്ക് ഇവിടെ ഉമ്മാനെ കാണാനൊക്കെ അളിയന്മാരും മക്കളും ഓരോരുത്തർ വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ കുറച്ച് നേരമൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്ന് പിന്നെ നമ്മളെ ബാക്കി ജോലികളൊക്കെ തീർത്ത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്.
എൻ്റെ ഈ ഡ്രസ്സ് കസിൻ സിസ്റ്റർ അടിച്ചതാണ്, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൾ അടിച്ചതാണ്. പിന്നെ അവരെന്നെ മെറ്റീരിയൽ എടുത്തിട്ട് അവരെന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തന്നത് 2 പീസാണ്. പാൻറ്റും ടോപ്പും മാത്രമേ ഉള്ളൂ, ഷോളില്ല. ഷോൾ പിന്നെ നമ്മൾ സെപ്പറേറ്റ് എടുത്തതാണ്. അപ്പോൾ അവരങ്ങനെ മെറ്റീരിയൽ എടുത്തിട്ട് അവരെന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു 3 4 ചുരിദാർ അങ്ങനെ അടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യിച്ചിട്ടുണ്ട് അവരെ കൊണ്ട് തന്നെ. പിന്നെ അതുപോലെ കഫ്താനും നൈറ്റി അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങനെ മാക്സിമം കഫ്താനും ഒക്കെ അതും അങ്ങനെ സ്റ്റിച്ച് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഉമ്മയും പേരക്കുട്ടികളും മക്കളും മരുമക്കളും ഒക്കെ കൂടെ ആയിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ നശ്വ ആ കണ്ണട എടുത്തിട്ട് ഉമ്മാക്ക് കണ്ണടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ പറയുന്നത് ആ വല്യമ്മ വല്യമ്മയാണ്, വല്യമ്മ വൈബായിക്കണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കുട്ടികളൊക്കെ ആൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം അനിയൻ്റെ മോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദിൽമോനാണ് ഇല്ലാത്ത, അനിയൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അവനും ബാംഗ്ലൂർ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അനിയൻ്റെ മോനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും പള്ളിയിൽ നിന്ന് വന്ന് പിന്നെ ഇവിടെ നാത്തൂൻ്റെ മക്കളും അവരെ കുട്ടികളൊക്കെ കൂടി എന്നും ഇങ്ങനെ എല്ലാ പെരുന്നാളും അങ്ങനെ വരാറുണ്ട് രാവിലെ ഉമ്മാനെ കാണാനൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിട്ട് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും ഉമ്മാൻ്റെ കൂടെ എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ എല്ലാവരും പുറത്തേക്ക് റീൽസും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണിത്. അപ്പോൾ എല്ലാവരും അവരെ ഫാമിലിയും അങ്ങനെ ആയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരും അവരെ മക്കളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചെടിയൊക്കെ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ എനിക്ക് ദിൽമോനെ നല്ല പോലെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദിൽമോൻ ഉണ്ടെങ്കിൽ ഞാനും ദിൽമോനും സെൽഫി എടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നാത്തൂൻ്റെ മക്കളൊക്കെ വന്നു തന്നില്ല. അപ്പോൾ അവർക്ക് പുഡിംഗ് ഒക്കെ എടുത്ത് കൊടുക്കണം. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ വേണമെങ്കിൽ ആരെങ്കിലും എല്ലാവരും ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഇതിൻ്റെ റെസിപ്പി ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഇടുന്നുണ്ട്. സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഈ ഒരു പുഡിങ്. അപ്പോൾ അവർക്കിത് അവർക്ക് ഫുഡ് കഴിക്കാൻ നിൽക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവന് പുഡിങ് ഒക്കെ എടുത്ത് കൊടുത്താൽ അവരൊക്കെ കഴിച്ച് പോയി. പിന്നെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുത്ത് അങ്ങനെ കുടിക്കാനൊക്കെ ഉള്ള വെള്ളം എടുത്ത് കൊണ്ടുപോകണം. ചോറൊക്കെ അവിടെ ടേബിളിൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പെരുന്നാൾ ഞങ്ങൾ നേരത്തെയാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുള്ളത്. മറ്റേ എന്നും ഞങ്ങൾ എല്ലാ പെരുന്നാളും നേരെ വൈകിട്ടാണ് ഫുഡൊക്കെ കഴിക്കാറുള്ളത്. അപ്പോൾ മക്കളൊക്കെ ദിൽമോനും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഫോട്ടോ എടുക്കലും ഫ്രണ്ട്സുകളുടെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തൂല. അപ്പോൾ ഞങ്ങൾ നേരം വൈകാറുണ്ട്. അപ്പോൾ ഇക്കാക്കൊക്കെ പിന്നെ അവിടുന്ന് ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ അവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കണേ. ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് കൊടുത്താലേ. ഇപ്പോൾ നമ്മളെ അനിയത്തിയും മക്കളൊക്കെ ചോറിനലും ഒക്കെ കഴിഞ്ഞ് ഒരു ഉച്ച 1:30 ആയപ്പോൾ അവരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.